ഇന്ത്യയിലെ അനാഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു സുപ്രധാന ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. രാജ്യമെമ്പാടുമുള്ള അനാഥ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് അവരുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്താൻ എല്ലാ സംസ്ഥാനങ്ങളോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി ഇന്ത്യയിലെ അനാഥരായ കുട്ടികളുടെ കണക്കുകളും അവരുടെ സംരക്ഷണവും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. 2009 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ അവകാശം RTE നിയമം നിലവിൽ വന്നിട്ടും അനേകം അനാഥ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം തുടരുകയാണ്. ഈ ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകയായ പൗലോമി പവനി ശുക്ല സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു പൊതുതാൽപര്യ ഹർജിയിലാണ് ഈ ചരിത്രപരമായ ഉത്തരവിന് വഴിമരുന്നിട്ടത്. അനാഥ ജനസംഖ്യ കണക്കാക്കുന്നതിനും അവർക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം, സംവരണം, മറ്റ് സംരക്ഷണങ്ങൾ, നടപടികൾ എന്നിവ നടപ്പാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. ഹർജിക്കാരി കോടതിയെ അറിയിച്ചത് അനാഥരുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൃത്യമായ പദ്ധതികളില്ലെന്നും നിലവിലുള്ളവ അപര്യാപ്തമാണെന്നുമാണ്. ഇന്ത്യയിലെ അനാഥരായ കുട്ടികളുടെ കൃത്യമായ എണ്ണം പോലും കേന്ദ്ര സർക്കാരിന്റെ പക്കലില്ല എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. പൗലോമി പവനി ശുക്ല കോടതിയിൽ ബോധിപ്പിച്ചു. ഇത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ഒരു വിഭാഗത്തിലുള്ള രാജ്യത്തിന്റെ നിസ്സംഗതയാണ് കാണിക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. യൂണിസെഫ് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 2.96 കോടി അനാഥരായ കുട്ടികളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇത്രയും വലിയൊരു വിഭാഗം കുട്ടികൾക്ക് കൃത്യമായ വിവരങ്ങളോ ആവശ്യമായ സംരക്ഷണമോ ഇല്ലാത്തത് സാമൂഹികവും സാമ്പത്തികവുമായ നിരവധി പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു. ജസ്റ്റിസുമാരായ BV നാഗരത്ന, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. അനാഥരായ എത്ര കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു സമഗ്രമായ സർവേ നടത്തി വിവരങ്ങൾ ശേഖരിക്കാൻ കോടതി എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടു. കൂടാതെ അർഹരായ എല്ലാ അനാഥ കുട്ടികൾക്കും അവരുടെ ഏറ്റവും അടുത്തുള്ള സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. ഇതൊരു താൽക്കാലിക നടപടി മാത്രമല്ല, ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് സുപ്രീം കോടതി ഒരു സുപ്രധാന നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചു. 2027 നടക്കാനിരിക്കുന്ന സെൻസസിൽ അനാഥരായ കുട്ടികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര സർക്കാർ ഗൗരവമായി പരിഗണിക്കണം. ഇത് ഭാവിയിൽ ഈ കുട്ടികളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്താനും അവർക്കായുള്ള ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി ആസൂത്രണം ചെയ്യാനും സഹായിക്കും. ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൃത്യമായ ഡാറ്റ ശേഖരണം. ഈ ഡാറ്റയുടെ അഭാവം അനാഥരുടെ ക്ഷേമത്തിനായി രൂപീകരിക്കുന്ന പദ്ധതികളുടെ വിജയത്തെ കാര്യമായി ബാധിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലെ ഗൗരവം വ്യക്തമാക്കുന്നതാണ് സംസ്ഥാനങ്ങൾക്കുള്ള ഈ നിർദ്ദേശങ്ങൾ. മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ്, ഗുജറാത്ത്, ഡൽഹി തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾ അനാഥരായ കുട്ടികളെ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവർക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുമുള്ള വിജ്ഞാപനങ്ങൾ ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇത് സ്വാഗതാർഹമായ ഒരു നടപടിയാണ്. എന്നാൽ ഇനിയും വിജ്ഞാപനങ്ങൾ പുറത്തിറക്കാത്തതും നടപടികൾ ആരംഭിക്കാത്തതുമായ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി കർശനമായ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങൾ അടുത്ത 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കോടതി നിർദ്ദേശം നൽകിയത്. ഇത് കോടതി ഈ വിഷയത്തിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. 4 ആഴ്ച എന്നത് വളരെ കുറഞ്ഞ സമയപരിധിയാണെങ്കിലും സംസ്ഥാന സർക്കാരുകൾക്ക് ഈ ഉത്തരവ് നടപ്പിലാക്കാൻ ആവശ്യമായ ഗൗരവം നൽകേണ്ടതുണ്ട്. സുപ്രീം കോടതിയുടെ ഈ വിധി രാജ്യത്തെ അനാഥരായ കുട്ടികളുടെ ജീവിതത്തിൽ ദൂരവ്യാപകമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന അവകാശമാണ്. അത് ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഈ കുട്ടികൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനും അന്തസ്സുള്ള ഒരു ഭാവി ഉണ്ടാക്കാനും സാധിക്കൂ. വിദ്യാഭ്യാസ അവകാശം എന്നത് ഒരു വ്യക്തിയുടെ സ്വയം പര്യാപ്തതയിലേക്കും സാമൂഹിക വികസനത്തിലേക്കുള്ള വഴി തുറക്കുന്ന താക്കോലാണ്. അനാഥരായ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ ശാക്തീകരിക്കുന്നത് ഭാവിയിൽ ഒരു ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് അനിവാര്യമാണ്. ഈ കുട്ടികൾക്ക് അർഹമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലൂടെ ഇന്ത്യയുടെ മാനുഷിക വികസന സൂചികയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനും രാജ്യത്തിന്റെ സാമൂഹിക നീതി എന്ന ലക്ഷ്യം പൂർണ്ണമായും സാക്ഷാത്കരിക്കാനും കഴിയും. ഈ സുപ്രധാന ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും.